ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ദുഃഖത്തോടു കൂടെയാണ് ഈ മെസ്സേജ് എടുക്കുന്നതും വളരെ ദുഃഖത്തോടെ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഇന്നത്തെ മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. മറ്റൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ മാധ്യമങ്ങളിലും പത്രവാർത്തകളിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ, പലതരത്തിലുള്ള ലഹരി കേസുകൾ, പലതരത്തിലുള്ള ഇതുപോലുള്ള പലതരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അനേകർ സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നു, സഹോദരന്മാരെ കൊല്ലുന്നു. എന്തിനു വേണ്ടിയിട്ടോ ജീവിക്കുന്ന ഒരു ജീവിതം നയിച്ചു നിൽക്കുന്ന യുവാക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ മനസ്സിലാകാതെ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളാണെന്ന് ആരാണെന്ന് മനസ്സിലാകാതെ പല ഹീന പ്രവൃത്തികളിൽ അകപ്പെടുന്ന യുവാക്കൾ പലപ്പോഴും നമ്മുടെ നിയമത്തിനും അപ്രദമായി അവർ കടന്നു ചെല്ലുന്നു. സ്വാതന്ത്ര്യം എന്ന പേരിൽ പലതും കാട്ടിക്കൂട്ടുന്ന ഒരു യുവതയുടെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം ചെറിയൊരു കാര്യം ദൈവം എന്നോട് സംസാരിക്കാനിടയായി. ആ കാര്യം നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗമായിട്ട് പറയുന്ന ഒരു ചെറിയ കാര്യമാണ്. അതിപ്രകാരം പറയുന്നു: വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യുദ്ധങ്ങൾ കാണാൻ പറ്റുന്നു, യുദ്ധശ്രുതികൾ നമ്മൾ കേൾക്കുന്നു, ഭൂകമ്പങ്ങൾ കാണുന്നു, പലതരത്തിലുള്ള ക്ഷാമങ്ങൾ കാണുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരുന്നുള്ള. ശാസ്ത്രീയ ലോകം വളരെ വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അതിവേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ പലതും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് ചെറിയ കാര്യം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്നു. യേശുക്രിസ്തു ചോദിച്ച ഒരു ചോദ്യമാണ്: മനുഷ്യപുത്രൻ്റെ വരവിൽ അവൻ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ സഭകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും പലർക്കും ഇന്ന് വിശ്വാസം എന്താണെന്ന് പോലും അറിയത്തില്ല. എന്താണ് വിശ്വാസം, എങ്ങനെയാണ് വിശ്വാസം നിലനിർത്തേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ഇന്നായിരിക്കുന്നത്. വചനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു ചെല്ലുമ്പോൾ, നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോയ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോയ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വെളിപാട് പുസ്തകത്തിൻ്റെ അതിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അവിടെ തുയത്തേരിയിലെ സഭയോട് ദൂതൻ എഴുതുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവിടെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞു ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ദൈവം തൻ്റെ മക്കളോട്, തുയത്തൈരയുടെ സഭയോട് പറയുന്ന ഒരു കാര്യമാണ്. ഇസബേൽ എന്നൊരു സ്ത്രീയെ, അതായത് ദുരുപദേശം പറയുന്ന, അവരുടെ പ്രവചനങ്ങളെ തെറ്റിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ സഭകളിലും ഇന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നു. പലരെയും തെറ്റിക്കുന്ന അവസ്ഥ, പ്രവചനത്തിലൂടെ തെറ്റിക്കുന്ന അവസ്ഥ, ദുരുപദേശത്തിലൂടെ തെറ്റിക്കുന്ന അവസ്ഥ, യഥാർത്ഥമായിട്ടുള്ള കാതലായിട്ടുള്ള ദൈവിക സത്യത്തെ മനസ്സിലാക്കാതെ പല രീതിയിൽ പലതരത്തിൽ ഉപദേശത്തെ മാറ്റിമറിച്ചുകൊണ്ട് പറയുന്ന പല ദുരുപദേശങ്ങളും ഇന്നും സഭകളിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളോട് പറയുന്ന കാര്യമാണ്, ഇസബേൽ എന്ന സ്ത്രീയെ തുയത്തൈരയുടെ സഭ അനുവദിച്ചെന്ന് ദൈവം പറയുമ്പോൾ ഇന്നും നമ്മളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ, നിങ്ങളും ഇതുപോലെ തുയത്തേരിയിലുള്ള സ്ത്രീ, അല്ലെങ്കിൽ ആ തുയത്തേരിലുള്ള ഇസബേൽ എന്ന സ്ത്രീയെ പോലെ മറ്റു പല ഉപദേശങ്ങളും നമ്മുടെ സഭകളിലേക്ക് ഇന്ന് കടന്നുകൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ നമുക്കിതിൽ നിന്ന് കടന്നു കയറാം? എങ്ങനെ ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീകളെ പോലുള്ള പലരും നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നത്?
നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മതിൽ നമ്മുടെ ചുറ്റും ഇല്ലാതെ ആയിരിക്കുന്നുണ്ട്. എന്തിൻ്റെ മതിലാണ് നമ്മുടെ ചുറ്റും ഇല്ലാതായിരിക്കുന്നത്? പലപ്പോഴും സഭ ലോകത്തിലിരിക്കുമ്പോൾ സഭയ്ക്കകത്ത് ലോകം കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിന്ന് കാണുന്നത്. സഭയുടെ അകത്ത് ലോകം കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ രണ്ടാമ വരവിങ്കൽ ഞാൻ വിശ്വാസത്തെ കാണുന്നു. സഭയ്ക്കകത്ത് ലോകം കടന്നുകൂടിയിരിക്കുന്നു. എപ്രകാരം? നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നെഹമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നൊരു കാരണം, ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേം മതിലിനെ നോക്കിയിട്ട് നെഹമ്യാവ് കരഞ്ഞു. നെഹമ്യാവിൻ്റെ 1-ാം അധ്യായം, നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് പോവാം. നെഹമ്യാവ് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നെഹമ്യാവിൻ്റെ സഹോദരൻ വന്നിട്ട്, ഒരുത്തൻ ഹാനായിൽ നിന്ന് യഹൂദയിൽ ചില പുരുഷന്മാർ വന്നു, ഞാൻ അവരോട് പ്രവാസത്തിന് തെറ്റിയൊഴിഞ്ഞു പോകുന്ന യഹൂദന്മാരെ കുറിച്ച് ചോദിച്ചു, യെരുശലേമിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവിടെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു. ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച നിന്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ. ദൈവത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. യെരുശലേമിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഒരുപക്ഷെ അവിടത്തേക്ക് നെഹമ്യാവ് പോയിട്ടുണ്ടാകത്തില്ല. നെഹമ്യാവിന് അവിടെയുള്ള അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അവൻ്റെ സഹോദരന്മാർ വന്ന് പറഞ്ഞപ്പോഴാണ് നെഹമ്യാവ് പറഞ്ഞത്. നെഹമ്യാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയിരിക്കാം, പോകാതിരിക്കാം, അത് നമ്മുടെ വിഷയമല്ല. എങ്കിൽ പോലും നെഹമ്യാവ് അവിടെ ചിന്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൻ്റെ വളരെ വ്യസനത്തോട് വളരെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരുശലേം ദേവാലയത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന മതിലിൻ്റെ അകത്തേക്ക് ശത്രുക്കൾ നുഴഞ്ഞു കയറി ആ സഭയെ ആക്രമിക്കുന്ന, ആ ദേവാലയത്തെ ആക്രമിക്കുന്ന ഒരവസ്ഥ അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ അവസ്ഥ അവിടെ കടന്നു വന്നപ്പോൾ നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ ഒരു കുത്തൽ കൊണ്ടു. അവൻ കരയുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ ശത്രുക്കൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഇന്നും നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ സഭകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന മതിൽ കാരണം ശത്രുക്കൾ നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ നമ്മുടെ വിശ്വാസം നമുക്ക് പുനഃസ്ഥാപിക്കാം? നെഹമ്യാവ് ചെയ്തു. നെഹമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, നെഹമ്യാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോൾ 52 ദിവസം കൊണ്ട് അവൻ ആ മതിൽ കെട്ടിപ്പുഴർത്തിയെങ്കിൽ, ആ മതിൽ അവൻ അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രാർത്ഥന. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്ന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പലരുടെയും ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പലപ്പോഴും ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി നടക്കുന്നത്. നമ്മുടെ പരാജയങ്ങളുടെ കാരണം നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതുകൊണ്ടാണ്, പ്രാർത്ഥനയുടെ ഇടിവ് കൊണ്ടാണ്. പ്രാർത്ഥനയുടെ മതിൽ കൊണ്ട് ഒരു കാലത്ത് സഭയെ അല്ലെങ്കിൽ ലോകത്തെ സംരക്ഷിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് മാറി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്ന ദൈവദാസികളുമില്ല, പ്രാർത്ഥിക്കുന്ന ബിലീവേഴ്സ് വിശ്വാസികൾ ഇന്നില്ല. പലരും പ്രാർത്ഥനയെ മറന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ വിശ്വാസികൾ കാണുമ്പോൾ വിശ്വാസം ഉണ്ടാകുമോ? ആ ഒരു അവസ്ഥയിൽ ഒരു ഡ്രൈ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ആ ഒരു അവസ്ഥ മാറണമെങ്കിൽ ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ദൈവം നിങ്ങൾക്ക് തരുന്ന ഓരോ സമയത്തും ദൈവത്തോട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കുവാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഇടിഞ്ഞിടക്കുന്ന പ്രാർത്ഥനയുടെ മതിൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും. 52 ദിവസം കൊണ്ട് നെഹമ്യാവ് ആ യെരുശലേം മതിൽ പണിതിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുവർക്കും ഈ ഒരു പ്രാർത്ഥനയുടെ ആ മതിൽ നമുക്ക് പണിയുവാൻ നമുക്ക് ഇന്ന് തന്നെ സാധിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ലോകത്തെ നമുക്ക് ചവിട്ടി പുറത്താക്കുവാൻ നമുക്ക് സാധിക്കും. സഭയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇസബേൽ പോലെയുള്ള സ്ത്രീകളെ നമുക്ക് പുറത്താക്കുവാൻ സാധിക്കും. ദുരുപദേശങ്ങളെ പുറത്താക്കുവാൻ സാധിക്കും. നമ്മുടെ യുവതലമുറകൾ ഇന്ന് വഴിതെറ്റി പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം പ്രാർത്ഥനയുടെ കുറവ് തന്നെയാണ്. നിൻ്റെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദേശത്തിന് വേണ്ടി നിങ്ങൾ കരയുന്നില്ല എങ്കിൽ, ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ കരയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ യുവതലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അവർ നശിച്ചു പോവുക തന്നെ ചെയ്യും.
കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുവാനിടയെത്തിയിരുന്നു പല സഭകളിലേക്കും കടന്നു ചെല്ലുന്ന യുവാക്കൾ ദുർമന്ത്രവാദത്തിന് അടിമപ്പെട്ടു പോകുന്നു. അവരൊക്കെ ഈ റാഗിങ് അങ്ങനെയുള്ള പല ദുശീലമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇതിൻ്റെയൊക്കെ കാരണം പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേദനിക്കാം. നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ അവൻ 52 ദിവസം കൊണ്ട് യെരുശലേമിൻ ദേവാലയത്തിന് മതിൽ പണിതിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്ന ദിവസം നമ്മുടേതാണ്. ദൈവം നമ്മളോട് ചോദിക്കും, നീ എന്ത് ചെയ്തു? നമുക്ക് കൈമലർത്തി കാണിക്കുവാനേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനാ ജീവിതമില്ല, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരും തെറ്റുകൾ മാത്രമാണ്. ഇനി തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ദൈവത്തിൻ്റെ വരവ് അറിയാം. യേശുക്രിസ്തു വരവോ അറിയാം. എന്ത് ചെയ്യണം അറിയത്തില്ല. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ സമൂഹത്തിനുള്ളത്. അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട്, ദൈവമേ, ഇനി മുതൽ ഒരു പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉടലെടുത്തുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശത്തിലെ യുവതലമുറയ്ക്ക് വേണ്ടി, ഈ ദേശത്തിൽ വിശ്വാസം നശിച്ചിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും വേണ്ടി ദൈവമേ, ഞാൻ എൻ്റെ സമയത്തെ വേർതിരിച്ച് അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ ഞാൻ തയ്യാറാണ്. നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ, യോശുവ പ്രാർത്ഥിച്ചതുപോലെ, വിശ്വാസവീരന്മാർ സകലരും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതുപോലെ നമുക്ക് ഓരോരുത്തർക്കും മുട്ടുമടക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം വിവചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.